ആര്യ നിലവിൽ 10-ലധികം ഫയർ യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്. 5 എന്നത് ആദ്യഘട്ടത്തിൽ ബീച്ച്, വെള്ളിമാടുകുന്ന്, മീഞ്ചന്ത, പിന്നീട് അടുത്ത് നിന്ന് എത്താൻ കഴിയുന്ന ഫയർ സ്റ്റേഷനിൽ നിന്ന് വന്ന ഫയർ എഞ്ചിനുകളാണ്. നിലവിൽ 10-ലധികം ഫയർ എഞ്ചിനുകൾ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകളുണ്ട്. ഓരോന്നായി വെള്ളം തീരുന്നതിനനുസരിച്ച് നിറച്ച് സ്ഥലത്തേക്ക് വന്ന് തീകെടുത്താനുള്ള ശ്രമമാണ്. അതിനൊപ്പമാണ് എയർപോർട്ടിൽ നിന്ന് വന്ന ഫയർ യൂണിറ്റ് കൂടി വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഈ തീ ആളിപ്പടർന്ന് തൊട്ടടുത്ത റൗണ്ട് ഷേപ്പിലുള്ള കെട്ടിടത്തിലേക്ക് തീ പടർന്നേക്കുമോ എന്നുള്ളൊരു ആശങ്ക നമ്മൾ നേരത്തെ പങ്കുവച്ചിരുന്നു. ആ ഭാഗത്താണ്, അതായത് തീ മറ്റു കെട്ടിടത്തിലേക്ക് പടരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ ഭാഗത്ത് വലിയ ഫയർ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ ആ കെട്ടിടത്തിൽ മറ്റു ഭാഗങ്ങളിലെല്ലാമായി നിരന്ന് നിന്നുകൊണ്ട് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പൂർണ്ണമായും കത്തി അമർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് തൊട്ടടുത്ത ആ കെട്ടിടത്തിലേക്ക് പറഞ്ഞതുപോലെ അതിൻ്റെ ഭിത്തിയിൽ ഒരുപാട് പരസ്യ ഫ്ലെക്സ് ബോർഡുകളുണ്ട്. ആ ഫ്ലെക്സ് ബോർഡിൽ തീ പിടിച്ചാൽ പോലും പടർന്ന് അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ദൗത്യമാണ്. അത് ചെയ്യുന്നതിനാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ആര്യ പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കൽ കൂടി വ്യക്തമാകും. അതായത് ആ കെട്ടിടം, കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ കെട്ടിടം, ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലുള്ള അതിനോട് മുട്ടി റൗണ്ട് ഷേപ്പിലുള്ള ആ കെട്ടിടം, ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉള്ള ഒരു പരസ്യ ബോർഡുകളുള്ള കെട്ടിടം, അങ്ങോട്ടേക്ക് തീ പടർന്നാൽ ആ വഴിയും കത്തി ആ മേഖലയാകെ പടർന്നു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആ സ്ഥലത്ത് തീ കെടുത്തുകയാണ്. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ കൂടി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ജില്ലാ കളക്ടർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്ത് നേരത്തെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്കാണ് സാർ ഇപ്പോൾ സംസാരിക്കാനൊന്നുമില്ല. പരമാവധി ശ്രമങ്ങൾ നടത്തുവരികയാണ്. അതിനിടയ്ക്ക് മറ്റേതെങ്കിലും ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുണ്ട്. 12ഓളം യൂണിറ്റുകൾ ഇവിടെയുണ്ട്. എയർപോർട്ടിൽ നിന്നുള്ള സ്പെഷ്യൽ ടീം എത്തിയിട്ടുണ്ട്. ഈ തീ അണച്ചാലുള്ള എല്ലാ തീവ്ര ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒരു പ്രസക്തിയില്ല. ഇവർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞു. അതിനൊരു ഫർദർ ഡിസ്കഷൻ വേണ്ട. പറഞ്ഞല്ലോ, ഊർജിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമാതിരി സഹകരിക്കണം. പൊതുജനങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് മാറിപ്പോകണം. ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവർ അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല.